ഈ അൻവർ നമ്മുടെ ഒരു ചർച്ചയ്ക്ക് തുടക്കത്തിൽ ഞാൻ വന്ന അന്ന് മുതലേ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അൻവറിന്റെ ഈ സ്ഥാനാർത്ഥിത്വം അത് കേവല കൗതുകം കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഈ നിലമ്പൂർ നിയമനത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യവും അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഈ ചോദ്യം ആവർത്തിച്ച് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടത് വെച്ചാല് അൻവർ ഞങ്ങൾ പിന്താങ്ങി ഒരാളായിരുന്നല്ലോ, 2 തവണ UDF തോൽപ്പിച്ചു. പിന്നീട് അസാധാരണമായ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു. ഞങ്ങൾ അത്തരം തീരുമാനമെടുത്ത സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെ ധാരാളം സ്വതന്ത്രന്മാർ വരാറുണ്ട്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ച ആളുകൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെല്ലാം പൂർണ്ണ പിന്തുണ നൽകാനാവില്ല. അതുകൊണ്ടുള്ള ഒരു സ്വതന്ത്രന്മാരായത് പൊതുവായിട്ടുള്ള പിന്തുണയാണ് അവർ നൽകുക. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. സ്വതന്ത്രന്മാരായി വന്ന പലരും പിന്നീട് പാർട്ടിയുടെ അംഗങ്ങളായി, അടുത്ത സഹയാത്രികരായി. പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയെയും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിലെ ഏറ്റവും തിളങ്ങുന്ന മേഖലയായ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സുതാര്യ സമീപനത്തെയും 100% പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ സ്വതന്ത്രന്മാർ പോകാറ്. അന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം അൻവർ ഈ കേരളത്തിൽ എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യപ്പെട്ടതല്ല, അൻവറിനെ അടുത്ത് മുന്നോട്ടൊക്കെ വെച്ചു കൊടുത്തില്ലേ. അൻവറിനെ കേരളത്തിലെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചവരാണ് നിരാശരായത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. അൻവറിനെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ തകർക്കാം എന്നാലോചിച്ച് അൻവറിന്റെ പിന്നിൽ കൂടിയവരുണ്ട്. ആ പിന്നിൽ കൂടിയവരിലെ മുന്നിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. എല്ലാ പ്രതിപക്ഷ നേതാക്കളും ആഘോഷിച്ചു. അവരദ്ദേഹത്തെ ആഘോഷപൂർവ്വം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടുവന്നു. വലിയ സ്വീകരണ പരിപാടികൾ ഒരുക്കി. അപ്പോൾ CPM വിരുദ്ധ രാഷ്ട്രീയത്തിന്, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിലെ ഒരു മൂർച്ചയേറിയ ആയുധം എന്നുള്ള നിലയിൽ അൻവറിനെ ഉപയോഗപ്പെടുത്താനാണ് UDF പരിശ്രമിച്ചത്. നിങ്ങളൊന്നുമില്ല, നമ്മളെ ചില മാധ്യമ സുഹൃത്തുക്കൾ അവരാകട്ടെ കിട്ടിപ്പോയി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ ചലനങ്ങളെയും ഒപ്പിയെടുത്ത് ജനങ്ങളെ അറിയിച്ചു. ഇതാ അൻവർ ബട്ടൺസ് ഇടുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ പത്രപ്രവർത്തനം നടത്തുമെന്ന് ഞാൻ അന്തമുട്ടി. ഞാനൊക്കെ എത്ര തവണ ബട്ടൺസ് ഇട്ടു? ഇന്ന് വരെ ഒരാൾ നമ്മൾ ബട്ടൺസ് എടുത്ത് കാണിച്ചിട്ടില്ല. ഇത് അൻവർ ബട്ടൺസ് ഇടുന്നു, അൻവർ കുളിക്കുന്നു, അൻവർ ബനിയൻ ധരിക്കുന്നു, അൻവർ മുണ്ടെടുക്കുന്നു, അൻവർ കാറിൽ കയറുന്നു, അൻവർ പുറപ്പെടുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്? നിങ്ങളല്ല കേട്ടോ, നിങ്ങളെക്കാളും അത്ര എക്സ്പീരിയൻസ് കുറഞ്ഞവരാവും കുറച്ച് പത്രപ്രവർത്തകർ. അതങ്ങനെ ഒപ്പിയെടുത്ത് കാണിച്ചുകൊണ്ടിരുന്നു. എന്തെല്ലാമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അവസാനം പറഞ്ഞു, ഇതാ ഇതിവിടെ കേരളത്തിലാകെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും. വലിയ വലിയ പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തി എല്ലാം ലൈവായി നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആഘോഷിച്ചവരെല്ലാം കൂടി ആ പാപ അൻവറിന്റെ ഒരു മൂലയിലാക്കി. അതാണ് ആഘോഷിച്ചവർ അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി. അൻവറിനെ ചവിട്ടിക്കൂട്ടിയതിൽ ഈ പ്രതിപക്ഷമുണ്ട്. അദ്ദേഹത്തെ വല്ലാണ്ട് ഉയരത്തിലേക്ക് കൊണ്ടുപോയ നമ്മളെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ഇങ്ങനെ പെരുമാറരുതെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയുന്നത്. അൻവറിന്റെ രാഷ്ട്രീയത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും അൻവറും തമ്മിൽ പറഞ്ഞു പിരിഞ്ഞതാണ്. അവിടെ തീർന്നല്ലോ. ഞങ്ങൾക്ക് അപ്പം തന്നെ തീർന്നു, പറഞ്ഞു പിരിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല, പൊന്തിച്ചു ഉയർത്തി ഒപ്പം കൊണ്ടിടുന്നു, എന്നിട്ട് വഴിയിലിട്ടു. അതുകൊണ്ട് 2 കൂട്ടരാണ് അൻവറിനെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതിന് മുൻകൈ എടുത്തത്. ഒന്ന് കേരളത്തിലെ പ്രതിപക്ഷം, മറ്റൊന്ന് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ. അപ്പോൾ കൊണ്ടു നടന്നത് നിങ്ങൾ തന്നെയാണ്.
പിന്നെ മറുഭാഗം അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ചെയ്തത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ ചോദ്യം എന്നോട് ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്.